بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله ما بعد. സത്യവിശ്വാസികളെ, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകളുടെ ഖബർ അള്ളാഹു സ്വർഗ്ഗാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാ ശർറ് മുസീബത്തുകളെ തൊട്ടും അള്ളാഹു എപ്പോഴും നമുക്ക് അവന്റെ കാവൽ കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം സർവ്വസാധാരണമായി പലരും പുറത്തു പറയാൻ മടിക്കുന്നതും എന്നാൽ ഏറെക്കുറെ മിക്കവാറും ആളുകൾക്ക് പൊറുതികേടായിട്ടുമുള്ള ഒരു വിഷയത്തിന്റെ, ഒരു പ്രശ്നത്തിന്റെ പരിഹാരം എന്നോണമുള്ള ഒരു വിഷയമാണ് വസ്വാസ്. അങ്ങനെ ഒന്നുണ്ട്. അത് മലയാള വാക്കല്ല, അത് അറബി വാക്കാണ്. ആ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ ഈ ഒരു വാക്കുകൊണ്ടല്ലാതെ വേറൊരു വാക്കുകൊണ്ട് പരിചയപ്പെടുത്തിയാലും അതിന്റെ പൂർണ്ണമായ ആ ഒരു നിലവാരത്തിലേക്ക് എത്തൂല എന്ന് തോന്നുകയാണ്. അത് എല്ലാ വിഭാഗം ആളുകളിലുമുണ്ട്. അത് മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല. ഇബ്ലീസിന് എവിടെയൊക്കെ കയറി പണിയെടുക്കാൻ പറ്റും അവിടെ ഉള്ള എല്ലാ മനുഷ്യന്മാർക്കും ഇത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വസ്വാസിനെയും പേടിയെയും നമുക്ക് താരതമ്യം ചെയ്യാവുന്നതാണ്. പലപ്പോഴും വസ്വാസ് പേടിയിലേക്ക് നയിക്കാറുണ്ട്. പലപ്പോഴും പേടി തന്നെ വസ്വാസിലേക്കും വരാറുണ്ട്. പരസ്പര ബന്ധമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ ഒരു ബലഹീനതയാണ് വസ്വാസ്. അതൊരു മാനസിക പ്രശ്നമാണ്. അല്ലാഹു തആല നമുക്ക് അതിൽ നിന്നും അഭയം തരട്ടെ. ഗൗരവമുള്ള കാര്യമാണ്. ഈ അടുത്ത് എറണാകുളം ജില്ലയില് എനിക്കറിയാവുന്ന ഒരു പ്രദേശത്ത് ഒരു അമുസ്ലിം വിദ്യാർത്ഥി കോവിഡിന്റെ പ്രയാസം വന്നപ്പോ, കോവിഡ് ബാധിച്ചില്ല അവന്, കോവിഡിന്റെ പ്രയാസം വന്നപ്പോ പരിസരമൊക്കെ ഒരിത്തിരി ബുദ്ധിമുട്ടായപ്പോ ഇത് വൈറസ് ശരീരത്തിൽ ഉണ്ടോ കയറിയോ ഇല്ലയോ ഒന്ന് ആകെ വസ്വാസായി. അങ്ങനെ അവസാനം ആ കുട്ടി കഴിഞ്ഞ മാസം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. വസ്വാസ് എല്ലാ മതവിഭാഗത്തിലും വരാം. പക്ഷെ കൂടുതൽ ഇബ്ലീസ് പണിയെടുക്കുന്നത് മുസ്ലിമീങ്ങളിലായതുകൊണ്ട് ഫസാദിയത്ത് ഉണ്ടാക്കാൻ ഖൈറു ഉമ്മത്തിൽ ആണ് ഇബ്ലീസിന്റെ ഡ്യൂട്ടി കൂടുതൽ. അങ്ങനെ ഉള്ളത് കൊണ്ട് വസ്വാസ് കൂടുതലും പ്രശ്നമായി വരുന്നത് നമ്മുടെ ഇടയിലാണ്. വസ്വാസ് എല്ലാ മതക്കാരിലും ഉണ്ടെന്ന് വെറുതെ പറഞ്ഞതല്ല. പല മതങ്ങളിൽപ്പെട്ട ആളുകളിൽ നമ്മൾ നടത്തിയ അന്വേഷണത്തിലും പഠനത്തിലും ഒക്കെ അത് ബോധ്യമായിട്ടുള്ളതാണ്. വസ്വാസ്, പേടി, ഇത് പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ ഈ വിഷയത്തെ ഗൗരവകരമായ ഭാഷയിൽ അവതരിപ്പിച്ചത് ഒരു പ്രാർത്ഥനയിലൂടെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസ്. ഇവിടെ പ്രാർത്ഥന വന്നിട്ടില്ല ഇത്രയും ഭാഗത്ത്. ഇനിയ പ്രാർത്ഥന വരുന്നത് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസി മിനൽ ജിന്നതി വന്നാസ്. ഈ ഒരു അധ്യായത്തിൽ ഒന്ന് പ്രാഥമികമായി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഈ അധ്യായത്തിൽ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരേ ഒരു പ്രാർത്ഥന കാണാനുള്ളൂ. അത് വസ്വാസിനെതിരുള്ള ഒരു പ്രാർത്ഥനയായിട്ട് തോന്നാം. പ്രഥമ ദൃഷ്ടി അങ്ങനെ കാണാം. ഒരു അധ്യായം വസ്വാസിന്റെ പ്രാർത്ഥനയായി മാത്രം അവതരിപ്പിക്കപ്പെട്ടു. ഒരു പ്രാർത്ഥനയിലൂടെ വസ്വാസ് എന്ന് പറയുന്ന പ്രയാസത്തെ ഖുർആൻ അവതരിപ്പിക്കുകയും ചെയ്തു. അപ്പൊ ഇത് ഗൗരവമാണ്. ഫലക്കും നാസും അഭയം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. അള്ളാഹുവോട് അഭയം തേടുന്ന പ്രാർത്ഥനകളാണ് ഈ രണ്ട് അധ്യായങ്ങളും. ആദ്യത്തെ അധ്യായം ഏതാ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. ഖുർആന്റെ ഈ അറ്റത്ത് എത്തിയപ്പോഴാണ് വസ്വാസ് വന്നേക്കുന്നത് കേട്ടോ. തുടക്കത്തിൽ അൽ ബഖറയാണ്. അൽ ബഖറ മൃഗീയതയിൽ നിന്നും യഥാർത്ഥ ഒരു മനുഷ്യനിലേക്ക് എത്താണ്. സൂറത്തുന്നാസ് അൽ ബഖറ ആദ്യം പശു, മൃഗം, അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോന്നു 113 അധ്യായം. ഈ 113 അധ്യായങ്ങളുടെയും ഉള്ളടക്കമായ ഫാത്തിഹ ഇതിൽ പെടുത്തിയിട്ടില്ല. ഫാത്തിഹ ആദ്യം പറഞ്ഞു.
അൽ ബഖറ മുതൽക്ക് ഇപ്പുറത്തേക്ക് പോന്ന് ഇങ്ങേ തലക്കിൽ ഈ 113 അധ്യായത്തിന്റെ ഇങ്ങേ തലക്കിൽ എത്തിയപ്പോൾ മനുഷ്യൻ എന്ന് പേരുള്ള അധ്യായം, തുടക്കം മൃഗം എന്ന അധ്യായം. മൃഗീയതയിൽ നിന്നും മനുഷ്യത്വത്തിലേക്കുള്ള സഞ്ചാരമാണ് ഖുർആൻ അൽ ബഖറ മുതൽ അന്നാസ് വരെ. ഈ അന്നാസ് എന്ന് പറഞ്ഞത് നല്ല മനുഷ്യനെ പറ്റിയാണ്. ആ അധ്യായത്തിൽ ഒരു നല്ല മനുഷ്യനെ ബാധിക്കുന്ന സകലകാല പ്രശ്നമായ വസ്വാസിനെയാണ് പരാമർശിച്ചിരിക്കുന്നത്. അപ്പൊ വസ്വാസ് ഗൗരവം തന്നെയാണ്. ഗൗരവം എന്ന് പറഞ്ഞാൽ വസ്വാസം ഉണ്ടാവുക എന്നത് വലിയ വിഷമാണ്. അള്ളാഹു കാക്കട്ടെ. അഭയം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനാ വാക്കുകളായിട്ടാണ് ഈ 2 അധ്യായങ്ങളുള്ളത്. ഏത് 2 അധ്യായം? ഖുർആനിന്റെ ഗ്രന്ഥഘടനയുടെ അങ്ങേ തലക്കിലുള്ള ഏറ്റവും അവസാനത്തെ 2 അധ്യായങ്ങൾ, ഫലക്കും നാസും. ഫലക്കിൽ പ്രാർത്ഥനാ രൂപം എങ്ങനെയാ വന്നിരിക്കുന്നത്? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫാസാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. 5 ആയത്തുകളാണ് ഫലക്കിലുള്ളത്, 6 ആയത്തുകൾ നാസിലുണ്ട്. അർത്ഥം എന്താ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഫലക്കിന്റെ രക്ഷിതാവായ അല്ലാഹുവേ. പുലരി, ഫലക്ക്, ഫലക്കിന്റെ രക്ഷിതാവായ അല്ലാഹുവോട് അഭയം തേടുന്നു. അള്ളാഹുവോട് അഭയം തേടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹിനെ വിശേഷിപ്പിക്കാൻ നിന്നില്ല. എന്ത് കാര്യത്തെ തൊട്ടുള്ള അഭയം എന്നത് തൊട്ടടുത്ത ആയത്തിൽ തന്നെ പറഞ്ഞു. മിൻ ശർരി മാ ഖലഖ്, ആ അള്ളാഹ് പടച്ച എല്ലാത്തിന്റെയും ഷർറിനെ തൊട്ട് കാവൽ തേടുന്നു. 2ാമത്തെ ആയത്ത് തന്നെ അഭയം തേടൽ ഏത് കാര്യത്തെ കുറിച്ചാണ് എന്നത് വന്നു കഴിഞ്ഞു. എന്നാൽ നാസിൽ അങ്ങനെയല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലിക്കിൻ നാസ്. അഭയം തേടാണ്. എന്തിനെ തൊട്ട് എന്നുള്ളത് വന്നിട്ടില്ല. ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവിനോട് അഭയം തേടുന്നു, ജനങ്ങളുടെ യജമാനനായ അല്ലാഹുവിനോട് അഭയം തേടുന്നു. ഇലാഹിന്നാസ്, ജനങ്ങളുടെ ഇലാഹായ അല്ലാഹുവിനോട് അഭയം തേടുന്നു. അപ്പൊ ഇത്രയും 3 ആയത്തുകളിലൂടെ അള്ളാഹിനോട് അഭയം തേടുന്നു എന്നത് ആവർത്തിക്കാണ്. എന്ത് വിഷയത്തിൽ എന്നുള്ളത് 4ാമത്തെ ആയത്തിലാണ് വന്നത്. മുമ്പ് പറഞ്ഞ സൂറത്തിൽ 2ാമത്തെ ആയത്തിൽ തന്നെ എന്ത് വിഷയത്തിലാണ് അഭയം എന്നത് വന്നു കഴിഞ്ഞു. ഈ സൂറത്തു നാസിൽ അവസാനത്തെ അധ്യായത്തില് വസ്വാസിന്റെ വിഷയമായതുകൊണ്ട് ആ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ വസ്വാസ് ഗൗരവമാണ്. ഞാൻ ഈ പറഞ്ഞത് ഖുർആനിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ചർച്ചയായതുകൊണ്ട് ആർക്കെങ്കിലും അതില് ആവർത്തന വിരസതയോ അല്ലെങ്കിൽ മനസ്സിലാവായികയോ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ഖുർആൻ വസ്വാസിന്റെ വിഷയത്തിൽ ഇങ്ങനെ ഒരു അവതരണം, അതൊരു പ്രാർത്ഥനയിലൂടെ ഒരു അധ്യായത്തിൽ തന്നെ, ഒരു അധ്യായത്തിന്റെ അറ്റം മുതൽ ഈ അറ്റം വരെ വസ്വാസിന്റെ അവതരണം കൊണ്ടുവന്നുവെങ്കിൽ ഇത് വലിയ വിഷയം തന്നെയാണ്. വസ്വാസ് എന്നത് പൈശാചികമാണ്. പൈശാചികമായിട്ടുള്ള ഈ വസ്വാസ് ഉണ്ടാകുന്ന നേരത്ത് അള്ളാഹുവോട് അഭയം തേടണമെന്ന് ഖുർആൻ. വൈമാ യൻസഗന്നക മിനശ് ശൈത്താനി നസ്ഗുൻ, പിശാചിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ദുർവിചാരങ്ങൾ, ദുർബോധനങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, പടച്ചവനോട് അഭയം തേടലല്ലാതെ വേറൊരു വഴിയില്ല എന്ന് ഖുർആൻ സൂറത്തുൽ അഅറാഫ് 200-ാമത്തെ ആയത്ത്. വസ്വാസ് ഉള്ളവർ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, താൻ ഇപ്പോൾ ഒരു പൈശാചിക പ്രശ്നത്തിലാണെന്ന്, അത് മാറ്റിയെടുക്കണം എന്നൊരു തീരുമാനം വേണം. ആദ്യം എന്ത് കാര്യം വേണ്ടില്ല ഇത് മാറ്റിയെടുക്കണം. താനിപ്പോൾ ഒരു പൈശാചികമായ പ്രശ്നത്തിലാണ് ഉള്ളത്, ഒരു പൈശാചിക വലയത്തിലുള്ളത്, ഇതിൽ നിന്ന് മാറിയേ പറ്റൂ. വസ്വാസ് ഇല്ലാത്തവർ ഇനി അത് കരുതി കൂട്ടി ഉണ്ടാക്കി പൈശാചിക വലയത്തിലേക്ക് പോവാതിരിക്കുകയും വേണം. അള്ളാഹുവിന്റെ ഖുർആൻ ഇബ്ലീസ് ഈ വല വീശുന്നതിനെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ മുന്നിൽ അവൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ ഇത്തബഅക മിനൽ ഗാവീൻ, നിന്നെ പിൻപറ്റുന്ന അതിര് വിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാതെ മറ്റാരെയും വഴിപിഴപ്പിക്കാൻ നിനക്ക് കഴിയില്ല. വസ്വാസ് മാറണം നമുക്ക് എന്ന തീരുമാനം മനസ്സിൽ ഉണ്ടിയെങ്കിൽ ആദ്യം പറയുന്നു, ഈ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, വസ്വാസ് മാറിയിരിക്കും. 100% ശരിയാക്കാൻ പോകുമ്പോഴാണ് വസ്വാസ് വരുന്നത്. 100% ശരിയാക്കാൻ നമ്മോട് നമ്മുടെ മതം പറഞ്ഞിട്ടില്ല. ഒരു കാര്യവും 100% ശരിയാക്കണ്ടടോ. 100% ശരിയാക്കാൻ പോയി കഴിഞ്ഞാൽ
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുവീഴ്ച കൊണ്ടും മാപ്പ് കൊണ്ടും അവിടെ നോക്കിയിരിക്കുന്നത് 100% ശരിയാകേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ 100% ശരിയാക്കേണ്ടതില്ല, 100% ശരിയാക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. 100% ശരിയാക്കുമ്പോഴാണല്ലോ ഈ പ്രശ്നം വന്നുള്ളൂ. ഫർള് നിസ്കാരത്തിന്റെ പോരായ്മകൾ പോലും സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെടുമെന്ന് ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഫർളിൽ എങ്ങനെ വന്നാലും പോരായ്മകൾ വരാൻ സാധ്യതയുണ്ട്, എത്ര നന്നായിട്ട് നിസ്കരിച്ചാലും. അതുകൊണ്ടാണ് പറഞ്ഞത് 100% ശരിയാക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല, നമ്മെ കൊണ്ട് കഴിയുന്നത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. മസ്തതഅ്തും എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങളെ കൊണ്ട് പറ്റണ പോലെ ചെയ്യാനാ പറഞ്ഞത്, അല്ലാതെ 100% ചെയ്യാൻ പറഞ്ഞിട്ടില്ല. 100% ചെയ്യാൻ പറയാതെ 100% ചെയ്യാൻ കഴിയുന്ന ആളുകളൊക്കെ വളരെ വിരളം ആളുകളാണ്. വൈദ്ബത്തല ഇബ്രാഹിമ റബ്ബുഹു ബി കലിമാത്തിൻ ഫഅത്തമ്മഹുന്ന. 100 മാർക്ക് മേടിച്ച ആള് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അള്ളാഹു പറഞ്ഞേൽപ്പിച്ചത് മുഴുവൻ 100% ചെയ്ത ആളാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിത്ത. ഒരു സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒറ്റയ്ക്ക് ചെയ്തത്. അത് വളരെ വിരളമായ ചില മഹാന്മാർക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് 100% ചെയ്യുക എന്നുള്ളത്. നമ്മെ ഏൽപ്പിച്ച പണി 100% ചെയ്യലല്ല. അള്ളാഹു പുറത്തു തരുന്നവനും മാപ്പ് ചെയ്യുന്നവനുമാണെന്ന് പാടിയും പറഞ്ഞും നടക്കുന്ന നമുക്ക് 100% ശരിയാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഇബ്ലീസ് കൂടലാണ്, വസ്വാസ്. അപ്പോ 100% ശരിയാക്കാൻ ശ്രമിക്കുന്നോടത്ത് പരിപൂർണത നമ്മെ കൊണ്ട് ആവില്ല എന്ന് അള്ളാഹുവിന് അറിയാം. അതാണ് അവന്റെ മതത്തിൽ, അള്ളാഹു അവന്റെ ദീനിൽ മാപ്പ്, വിട്ടുവീഴ്ച, റബ്ബിന്റെ അഫ്വ്, മഗ്ഫിറത്ത് ഇതൊക്കെ വെച്ചിട്ടുള്ളത് 100% ശരിയാക്കേണ്ടതില്ലാത്തത് കൊണ്ട് തന്നെയാണ്. വസ്വാസിലേക്ക് ഒരു മനുഷ്യൻ എത്തിപ്പെട്ടാൽ, അതായത് 100% ശരിയാക്കാൻ പോകുന്നിടത്ത് ഇസ്രാഫ് എന്ന് പറയുന്ന ഒരു ദുർസ്വഭാവം കടന്നു വരും. ഇസ്രാഫ്, അമിതം ചെയ്യാം. അതായത് 1 ബക്കറ്റ് വെള്ളം കൊണ്ട് തീരേണ്ട പരിപാടി 10 ബക്കറ്റ് വെള്ളം വേണ്ടി വരുന്നു, ഇസ്രാഫിലേക്ക് വരും. ഇസ്രാഫ് എന്നത് അള്ളാഹു ഇഷ്ടപ്പെടാത്തവരുടെ സ്വഭാവമാണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ ഇസ്രാഫിലേക്ക് പോവല്ലേ. 100% ശരിയാക്കാൻ പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ ചെലവ് ചെയ്യേണ്ടി വരും, കൂടുതൽ വെള്ളം ഉപയോഗിക്കേണ്ടി വരും. ആ ഇസ്രാഫിലേക്ക് നിങ്ങൾ പോവല്ലേ. കാരണം എന്താ? ഇന്നഹു, തീർച്ചയായും അല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. 100% ശരിയാക്കാൻ പോയിട്ട് അതിന്റെ പേരിൽ അമിതമായി ചെയ്യുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. കാരണം എന്താണെന്നറിയോ? ഈ ഇസ്രാഫ് ദൂർത്താണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. പിശാചിന്റെ സഹോദരന്മാരാണ് ഇതുപോലെ 100% ചെയ്യാൻ പോയി അമിതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന, കൂടുതൽ ചെലവ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ദൂർത്ത് കാണിക്കുന്ന, പരിധി വിട്ട് പിന്നെയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ പിശാചിന്റെ സഹോദരന്മാരാണ്. അതുകൊണ്ട് വസ്വാസ് വരുന്നിടത്ത് അതിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ഇസ്രാഫ്. ഒറ്റ കാര്യം എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി, 100% ശരിയാക്കാൻ എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇബ്ലീസേ, ഇന്നു മുതൽ ഞാനും നീയും പിരിയാണ് ഇവിടെ വെച്ചിട്ട്. ഞാൻ 100% ശരിയാക്കാൻ വന്ന ആളല്ല. അതിന് ഇബ്രാഹിം നബിയെ പോലുള്ളവരൊക്കെ മതി 100% ശരിയാക്കാൻ. എന്റെ റബ്ബ് എനിക്ക് പുറത്തു വരും. എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യാനാണ്. ഫത്തഖുല്ലാഹ മസ്തതഅ്തും. നിങ്ങളെ കൊണ്ട് പറ്റണ പോലെ അള്ളാനെ സൂക്ഷിക്കുക എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽക്ക് എന്നെ കൊണ്ട് പറ്റണ രൂപത്തിൽ ചെയ്യാണ്. ശരിക്കും ഈ വസ്വാസ് എന്നത് ത്വഹാറത്തിന്റെ വിഷയത്തിലാണ് നമ്മൾ കൂടുതൽ കാണപ്പെടുന്നത്, ഫിഖ്ഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിൽ. എന്നാൽ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ 100% ശരിയാക്കുക എന്നുള്ള രീതിയെ നമ്മളൊന്ന് ആലോചിച്ചാൽ, ഉദാഹരണം, ഒരു ജനാബത്ത് കുളിയെ കുറിച്ച് ഫിഖ്ഹിന്റെ കിതാബിൽ പറയുന്നത് ഏകദേശം ഭാവന ഗലബത്തുൽ ലന്നു ഉണ്ടായാൽ മതി എന്നാ പറയുന്നത്. ജനാബത്ത് കുളിച്ചോ അല്ലെങ്കിൽ ഹൈലിന്ന് കുളിച്ച് കയറി വരുന്നു, ആ ആള് ഒരുപാട് വെള്ളം കളയണം എന്നല്ല പറഞ്ഞത്. വെള്ളം കളയാനേ പാടില്ല ഒരുപാട്. അത് വസ്വാസിന്റെ ഭാഗമായിട്ട് വരും. പിശാച് ഇഷ്ടപ്പെടാണ് ഇസ്രാഫ്. ഒരുപാട് കളയല് പിശാചിന് ഇഷ്ടമാണ്. അങ്ങനെ വരുമ്പോ അള്ളാന്റെ ഇഷ്ടത്തിൽ നിന്ന് നമ്മൾ പോവാണ്. അങ്ങനെ ഒരുപാട് വെള്ളം കളയലല്ല യഥാർത്ഥത്തിൽ ശുദ്ധി. 100% ശരിയാക്കാൻ പറഞ്ഞിട്ടില്ല. ഭാവന മികച്ച മതി. ഏകദേശം എന്റെ ശരീരത്തിൽ എല്ലാ സ്ഥലത്തും വെള്ളം ആയിട്ടുണ്ട് എന്ന ഒരു തോന്നൽ ഉണ്ടാകണം, അത്രയും ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഉറപ്പിക്കണ്ട.
ഇതാണ് ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞത്. അപ്പോ ശുദ്ധിയുമായി ബന്ധപ്പെട്ട ഫിഖ്ഹുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയിലാണ്, ഒരു കാര്യത്തിലാണ് ഏകദേശം വസ്വാസൊക്കെ വന്നുകൂടാൻ സാധ്യതയുള്ളത്. എന്നാൽ ഫിഖ്ഹ് പറയുന്നത് ഗലബത്തുൽ ദന്നാണ്, നീ ശുദ്ധിയാക്കുന്ന ഭാഗം ഏകദേശം ശുദ്ധിയായി എന്നൊരു തോന്നലുണ്ടാവലാണ്. ഇനി ചില ആളുകൾക്ക് തോന്നുന്ന വസ്വാസ്, അത് ചെയ്ത ഇതിന് പറ്റോ, ഇത് ചെയ്ത അതിന് പറ്റോ, ഇങ്ങനെയൊക്കെ തോന്നലുണ്ട്. അങ്ങനെ ചെയ്ത നിസ്കാരം ശരിയാവോ, ഇങ്ങനെ ചെയ്ത നിസ്കാരം ശരിയാവും? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നിസ്കാരം നജസ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് നിസ്കരിക്കണം എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എവിടെയാ നമ്മുടെ ശരീരത്തിൽ നിന്ന് നജസ് ഒഴിവാവുക? നമ്മെ സംബന്ധിച്ചിടത്തോളം പുറം നന്നാക്കിയാൽ മതി എന്നാ പറഞ്ഞത്. ഉള്ളിലുള്ളത് നന്നാക്കണ പണി അള്ളാഹുടെ പണിയാ. ഉള്ളും പുറവും ഒക്കെ കൂടി നന്നാക്കിയിട്ട് നമ്മൾ എപ്പോഴാ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാം? ഒരു മനുഷ്യൻ ഏറ്റവും നന്നായിട്ട് ഒളു കൊടുത്തു, ഏറ്റവും നന്നായിട്ട് അവൻ മൂത്രമൊഴിച്ച് കഴുകി, ഏറ്റവും നന്നായി അവൻ കുളിച്ചു, ഇനി ശുദ്ധിയാവാൻ ഒന്നുമില്ല, അത്ര പെർഫെക്റ്റ് ആയിട്ട് അവൻ ശുദ്ധിയായി വന്നാൽ തന്നെയും അവന്റെ അകത്ത് നജസല്ലേ? അവന്റെ ബ്ലഡ് നജസല്ലേ? അവന്റെ ശരീരത്തിന്റെ അകത്ത് എപ്പോഴും മലവും മൂത്രവും ഇല്ലേ? മൂത്രസഞ്ചി ഒരിക്കലും കാലിയാകുന്നില്ല. മലസഞ്ചി എപ്പോഴും മലദ്വാരത്തിലൂടെ പോന്നു കഴിഞ്ഞാലും ഒരല്പം അവിടെ ബാക്കിയുണ്ടാവും. എപ്പോഴും മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്ത് നജസ് ഉണ്ട്. അതാരാ ശുദ്ധിയാക്ക? അതുകൊണ്ട് 100% ശുദ്ധിയാക്കിയിട്ട് നമ്മൾ ഒരു പണിക്കും പോവേണ്ട കാര്യമില്ല. അള്ളാഹുവിന് വേണ്ടത്. ഫിഖ്ഹിന്റെ കിതാബിൽ ഒരു മസല പറയുന്നുണ്ട്. കള്ള് നജസാണല്ലോ, ദ്രാവക രൂപത്തിലുള്ള ലഹരി എന്ന നിലയിൽ കള്ള് നജസാണ്. കള്ള് നജസാണ് എങ്കിൽ, കള്ള് മദ്യപാനം എന്ന് പറയുന്ന ഹറാമായ പണിക്ക് മാത്രം ഉപയോഗിക്കുന്ന സാധനമല്ല കള്ള്. സുർക്ക എന്ന് പറയുന്ന ആവശ്യമുള്ള ത്വാഹിറായ ഒരു സാധനം, ഹറാം അല്ലാത്ത ഒരു ദ്രാവകം നമുക്ക് ഉണ്ടാക്കാൻ നജസായ കുടിക്കൽ ഹറാമാക്കപ്പെട്ടിട്ടുള്ള കള്ള് എന്ന് പറയുന്ന ദ്രാവകത്തിൽ നിന്ന് തന്നെ ഉണ്ടാവണം. അപ്പൊ സുർക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കള്ള് ചെത്തി എന്ന് വെക്കാം. കള്ളാകട്ടെ നജസാണ്. കള്ള് ചെത്തിയപ്പോൾ അവൻ ഉടുത്ത മുണ്ടിൽ കള്ള് തെറിച്ചിട്ടില്ല എന്ന് അവൻ ഉറപ്പുണ്ട്. മദ്യപിക്കാനല്ലാട്ടോ ഈ കള്ള് ചെത്തുന്നത്, സുർക്ക ഉണ്ടാക്കാൻ ഒരു ഉദാഹരണം പറയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കള്ള് ചെത്തിയപ്പോൾ കള്ള് തെറിച്ചിട്ടില്ല എന്ന് അവനറിയാം, എന്നിട്ട് കള്ള് തെറിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു മുണ്ട് എടുത്തുകൊണ്ട് കള്ള് ചെത്താൻ പോയ ആള് ശുദ്ധിയുള്ള മുണ്ടാണ്, ഞാൻ ഇത് കള്ള് ചെത്തിയപ്പോ ഉടുത്ത മുണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിക്കാൻ മുണ്ട് ആവശ്യപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് ഈ മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നജസായിട്ടില്ല എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കണം. അങ്ങനെയുള്ള മുണ്ടെടുത്ത് നിസ്കരിച്ച നിസ്കാരം ശരിയാവോ? നിസ്കാരം ശരിയാവും. നമ്മൾ ലാഹിർ നന്നാക്കിയാൽ മതി, പുറം നന്നാക്കിയാൽ മതി, ഒരുപാട് ചകയാൻ നിൽക്കണ്ട. ഇതിന്റെ അടിസ്ഥാനം ശുദ്ധി എന്നുള്ളതാണ്. ഏതൊരു വസ്തുവിന്റെ അടിസ്ഥാനം ശുദ്ധി എന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് അതിന്റെ ശുദ്ധിയില്ലായ്മ. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വയം ഒരു ധാരണ ഉണ്ടാവണം, അത് ശുദ്ധിയാവാനാണ് സാധ്യത. ബേസിക് എല്ലാ സാധനവും ശുദ്ധിയുള്ളത് എന്നുള്ളതാണ് അതിന്റെ നമ്മൾ അവിടെ പിടിക്കേണ്ടത്. ഇനി മറ്റൊരു മസ്അല, അതായത് കള്ളു ചെത്താൻ പോയവൻ ശുദ്ധിയുള്ള മുണ്ടാണെന്ന് പറഞ്ഞ ഒരു മുണ്ട് തന്നാൽ ആ മുണ്ട് ഉടുത്ത് നിസ്കരിച്ച നിസ്കാരത്തിന് കുഴപ്പമില്ല. നജസായ മുണ്ട് ഉടുത്ത് നിസ്കരിച്ച നിസ്കാരം സഹിയാവൂല എന്ന മസ്അല അവിടെ മാറും. ഈ മുണ്ടിൽ നജസില്ല എന്ന് പറഞ്ഞ് വിശ്വസ്തനായ കള്ള് ചെത്താൻ പോയ ആള് തന്നു കഴിഞ്ഞാൽ അതെടുത്ത് നിസ്കരിച്ച നിസ്കാരത്തിൽ നജസായി എന്ന ധാരണയിൽ നിസ്കാരത്തിന് പ്രശ്നം ഉണ്ടാവേണ്ടതില്ല. ആ മുണ്ടിൽ നജസില്ല എന്ന ഹുക്കുമ് തന്നെയാണ്. വസ്വാസില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇനി ഫിഖ്ഹിന്റെ കിതാബില് മറ്റൊരു വിഷയം പറയുന്നുണ്ട്. 100 സ്ത്രീകൾ ഒരു സ്ഥലത്തുണ്ട്. ആ 100 സ്ത്രീകളിൽ ഒരാള് എന്റെ പെങ്ങളാണ്. ഉദാഹരണമാണ്, എന്റെ പെങ്ങളാണ് 100 സ്ത്രീകളിൽ ഒരാള്. എന്നാൽ ഈ 100 സ്ത്രീകളിൽപ്പെട്ട ഏതോ ഒരാളെ ഞാൻ സ്പർശിച്ചിട്ടുണ്ട് എങ്കിൽ, തൊട്ടാൽ അന്യ പുരുഷൻ അന്യ സ്ത്രീയുടെ തൊലിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഒളു മുറിയൂലോ? തൊലിയിൽ തന്നെയാണ് തൊട്ടത്, 100-ൽ ഒരാളെ തൊട്ടു, എന്റെ ഒളു മുറിയുമോ? ഇസ്ലാമിക ക്രമശാസ്ത്രം പറയുന്നത് ഒളു മുറിയില്ല. കാരണം എന്താ? 100-ൽ ഒരാള് നിന്റെ സഹോദരി ആണ് എന്നത് ഉള്ളത് കൊണ്ട് ഒരു സാധ്യത അവിടെ മുറിയില്ല എന്നുള്ളതാ. അങ്ങനെ വരുന്നോടത്ത് നിന്നെ സംബന്ധിച്ചിടത്തോളം 99 വിട്ടേക്കണം. ആ ഒരാള് നിന്റെ പെങ്ങളാണെന്ന് നീ ആ ധാരണയിലേക്ക് നീ മടങ്ങണം. അല്ലെങ്കിൽ അവിടെ വസ്വാസവരാണ്, ഒളു മുറിയില്ല എന്നുള്ളതാണ് ഇസ്ലാമിക കർമ്മശാസ്ത്രം ചർച്ച ചെയ്തിട്ടുള്ള കാര്യം. രണ്ടാമത്തേനെ തൊടാൻ പോയാൽ ആ തൊട്ടത് പെങ്ങളെ ആണെങ്കിൽ പോലും ഒളു മുറിയും. ഒരെണ്ണം തൊട്ടുകൊടുത്ത് ഒരു പെങ്ങളുണ്ട് എന്നുള്ളടത്ത്.
അപ്പോ ചുരുക്കി പറഞ്ഞാൽ 100-ൽ 99-നെയും ഒഴിവാക്കിയത്, ആ ഒരു ചിന്ത ഒഴിവാക്കിയത് വസ്വാസ് വരാതിരിക്കാൻ വേണ്ടി. അപ്പൊ മാക്സിമം ഇസ്ലാമിക കർമ്മങ്ങൾ തന്നെ ഇതിനു വേണ്ടിയിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെയും നമ്മൾ കരുതിക്കൂട്ടി വസ്വാസ് കൊണ്ടുവരുന്നുവെങ്കിൽ അതിനർത്ഥം നമ്മൾ ഇബ്ലീസിന്റെ കൂടെയാണെന്ന. ഷംസുൽ ഉലമ എപ്പോഴും പറയാറുണ്ട്, നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഷംസുൽ ഉലമ ഉസ്താദ് പറയും, നമ്മളോട് പറഞ്ഞത് പുറം നന്നാക്കാനാ, അകം നന്നാക്കണ പണി അള്ളാഹുവിനാണെന്ന. അപ്പൊ മഹാന്മാരൊക്കെ ചിന്തിച്ചത് ഈ അർത്ഥത്തിലാണ്. ഏതായാലും ദുഷിച്ച പ്രേരണ എന്നാണ് വസ്വാസ് എന്നതുകൊണ്ട് നമുക്ക് അർത്ഥമാക്കപ്പെടാൻ കഴിയുന്നത്. പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ദുഷിച്ച പ്രേരണ. ഈ ദുഷിച്ച പ്രേരണ ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ പോലും എത്തിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലും ശൈത്താൻ വിട്ടിട്ടില്ല, വസ്വാസാക്കിയിട്ടുണ്ട്, ദുഷിച്ച പ്രേരണ കൊടുത്തിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فوسوس لهما الشيطان ليبدي لهما ما وري عنهما من سوآتهما وقال ما نهاكما ربكما عن هذه الشجرة إلا أن تكونا ملكين أو تكونا من الخالدين. മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ആ മരത്തിന്റെ കനി കഴിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്ത വിഷയത്തിൽ ഇബ്ലീസ് വസ്വാസാക്കാൻ ചെന്നു. ഇവിടെ പറയുന്നുണ്ട്, ഇബ്ലീസ് ചെന്നത് ഫവസ്വസ ലഹുമ ശൈത്വാൻ, വസ്വാസിന്റെ പണിയുമായി ചെന്നു. പറഞ്ഞു കൊടുത്തു, ഒരു വിശ്വസ്തത കൈവരിച്ച ശേഷം ആദം നബിയുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തു. നിങ്ങൾ ഇവിടെ നിന്ന് ആ പഴം പറിച്ചു കഴിച്ചാൽ ശാശ്വതമായി സ്വർഗത്തിൽ തന്നെ എക്കാലവും കഴിയാം എന്നുള്ളത് കൊണ്ടാണ് അത് കഴിക്കണ്ടെന്ന് അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറഞ്ഞ ഏൽപ്പിച്ച കാര്യത്തിന്റെയും ഇബ്ലീസ് ആദം നബിയെ ചൂഷണം ചെയ്യുക വഴി ധരിപ്പിച്ചു വെച്ച കാര്യത്തിന്റെയും ഇടയിൽ വസ്വാസ് ഉണ്ടാക്കി കൊടുത്തു. ആ വസ്വാസ്, ആ ദുഷിച്ച പ്രേരണ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അപകടം പറ്റാൻ കാരണമായി. സൂറത്തുൽ അഅറാഫ് 20-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിയത്. അള്ളാഹ് ഉണ്ടോ ഇല്ല എന്ന് പോലും സംശയിപ്പിച്ചു കളയും ചിലപ്പോൾ ഇബ്ലീസ് വന്നിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് വിട്ടുകളയണം, നീ പോടാ എന്ന് പറഞ്ഞ് അവനെ ആട്ടണം. ഒരിക്കൽ മഹാനായ ഉസ്മാൻ ഇബ്നു അബിൽ ആസ് റളിയല്ലാഹു അൻഹു പുണ്യ നബിയുടെ അടുക്കൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിം. فقال يا رسول الله إن الشيطان قد حال بيني وبين صلاتي وقراءتي يلبسها علي. നബിയെ, ഒരിക്കൽ പിശാചിന്റെ അടുത്ത് വന്നു, എന്റെ നിസ്കാരത്തിൽ അവൻ എനിക്ക് പ്രശ്നമുണ്ടാക്കി, വസ്വാസാക്കാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ വന്നുവെങ്കിൽ മോനെ അത് പിശാച് തന്നെയാണ്. നിന്റെ അടുക്കൽ ഇന്നലെ വന്ന പിശാചിന് എനിക്ക് കൃത്യമായിട്ടറിയാം, അവന്റെ പേര് ഖൻസബ് എന്നാണ്. നിനക്കങ്ങനെ ഒരു തോന്നൽ വന്നാൽ പിശാച് നിന്നെ ശല്യമാക്കുന്നു. പടച്ചോനെ, ഞാൻ ഓതു കൊടുത്തിട്ട് ശരിയാവണില്ല എന്ന് തോന്നല്, ഞാൻ തുണി കഴുകിയിട്ട് ശരിയാകുന്നില്ല, ഞാൻ മത്സ്യം വാങ്ങിയത് നന്നാക്കി വെള്ളമൂറ്റിക്കളഞ്ഞിട്ടത് ശരിയാകുന്നില്ല, അല്ലെങ്കിലോ ഞാൻ കുട്ടിയെ കുളിപ്പിച്ചത് ശരിയാവുന്നില്ല, ഞാൻ ബാത്റൂമിൽ പോയിട്ട് കഴുകിയത് ശരിയാവുന്നില്ല. ഇങ്ങനൊരു തോന്നൽ നിനക്കിങ്ങനെ കൂടെ കൂടെ വരുന്നുവെങ്കിൽ അത് തോന്നിപ്പിച്ചത് പിശാചാണെന്ന് നിനക്ക് തോന്നിയാൽ നീ അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവോട് മനസ്സിലങ്ങ് കരുതണേ, പടച്ചോൻ എന്നെ രക്ഷപ്പെടുത്തണേ ഈ പിശാചിന്റെ പ്രശ്നത്തെ തൊട്ട്. ഫതഅവ്വദ് ബില്ലാഹി മിൻഹു. എന്നിട്ടോ നിന്റെ ഇടത്തെ ഭാഗത്തേക്ക് തുപ്പാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ 3 പ്രാവശ്യം ആട്ടി തുപ്പണമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബിനോട് ആ സ്വഹാബി പറയാ, ഫഅൽതു ദാലിക, നബിയെ ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ ഫഅദ്ഹബഹുല്ലാഹു അന്നി, ആ പിശാചിനെ അള്ളാഹു എന്റെ അടുത്ത് നിന്നും ആട്ടിക്കളഞ്ഞു. അപ്പൊ വസ്വാസാണ് ഇതെന്ന് ധരിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കി എടുക്കണം. ഇത്രയൊക്കെ മദീനെ ഏകദേശം നജസ് പോയാ മതി, അങ്ങനൊരു തോന്നലുണ്ടായാൽ മതി. അല്ലാതെ ഇത് 100% കഴുകി വൃത്തിയാക്കി ഈ ഡ്രസ്സ് ആകെ നന്നാക്കിയിട്ട് അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇത് 100% നന്നാക്കണം എന്ന് എന്നോട് പറയണത് ഇബ്ലീസിന്റെ ഒരു പ്രേരണയാണ്, അവനങ്ങോട്ട് ഒഴിവാക്കാം. ഇതൊക്കെ തന്നെയാണ് ഇതിൽ നിന്നും മോചനം കിട്ടാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തിയെടുക്കണം. വസ്വാസ തെറ്റിലേക്കുള്ളതാണ്, കാരണം അത് പിശാചിന്റെ പണിയാണ്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, റബ്ബിന്റെ മുന്നിൽ അവൻ ആവശ്യപ്പെട്ട കാര്യം, ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ ഖാല ഫഇന്നക മിനൽ മുൻദരീൻ.
ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. അല്ലാഹുവോട് ആവശ്യപ്പെടാ, എനിക്ക് മനുഷ്യനെ വഴിപിഴപ്പിക്കണം. അത് വസ്വാസെങ്കിൽ വസ്വാസ് എനിക്ക് വേണമല്ല. ഖാല റബ്ബി ബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ. അല്ലാഹുവേ, എല്ലാരും ഞാൻ വഴിപിഴപ്പിക്കും. ഭൂമിയിലുള്ള കാര്യത്തിൽ ഞാൻ നിന്റെ അടിമകളിൽ മെച്ചമാക്കി കാണിക്കും. നന്നായിട്ട് ചെയ്യാനൊക്കെ ഞാൻ തന്നെ പ്രോത്സാഹിപ്പിക്കും. ഇത്ത ആ തുണി കഴുകിയത് ശരിയായില്ല, ഇത്ത ഒന്നും കൂടി ആ ടാപ്പ് തിരിക്ക്, കുറെ കൂടി വെള്ളം അങ്ങോട്ട് പോട്ടെ. അങ്ങനെ വെള്ളം പോകുമ്പോ ഇസ്രാഫ് ഉണ്ടാവണമല്ലോ, കുറെ വെള്ളം കളഞ്ഞു എന്നുള്ളൊരു തെറ്റ് നമ്മളെ കൊണ്ട് ചെയ്യിക്കണമല്ലോ. എന്നിട്ടോ നിങ്ങള് അങ്ങനെ പിന്നെ നന്നാക്കുക, അടിയിൽ നിന്ന് മുകളിലേക്ക്, മുകളിൽ നിന്ന് അടിയിലേക്ക്, അങ്ങനെ നന്നാക്കി 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 കഴുകി 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 ലോഹറ് കളയാക്ക്. അല്ലാഹുവിന്റെ മുന്നിൽ ഇബ്ലീസ് പറഞ്ഞതാണ് ഭൂമിയിൽ അവർക്ക് അത് ഭംഗിയാക്കി ഇത് ഭംഗിയാക്കി ഭംഗിയാക്കാൻ ഒക്കെ ആയിട്ട് ഞാൻ കൽപ്പിക്കും. ഞാൻ അവരാ വഴിക്ക് വഴിപിഴപ്പിക്കും. തുണി കഴുകാൻ നിന്നതാ, കഴുകിയിട്ടും അത് തീർന്നില്ല. അങ്ങനെ വന്നപ്പോ എന്റെ ലോഹറ് പോയതാ, അല്ലെ? അങ്ങനെ പറയാനുണ്ടാവില്ലേ ഇപ്പൊ ആർക്കൊക്കെ അങ്ങനെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ട്. ഇത് ആരോടും പറയുന്നില്ല എന്നുള്ളൂ. ഞാൻ പറയുന്നു, 100% ശരിയാക്കാൻ നിന്ന് ഇബ്ലീസിനെ സന്തോഷിപ്പിക്കണ്ട, അതങ്ങോട്ട് വിടാ. ഏകദേശം ശരിയായിട്ട് ബാക്കി അള്ളാഹ് പുറത്തു തരട്ടെ. അങ്ങനെയുണ്ട്. ഇസ്രായേലി സമൂഹത്തിനൊക്കെ മൂത്രമാകുന്ന തുണി മുറിച്ചു കളയണമെന്നാ അങ്ങനെ പറഞ്ഞിരുന്നവരോട്. നമ്മളോട് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മളോട് പറഞ്ഞത് അതിന്റെ മുകളിൽ കൂടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് അതായിട്ട് കളഞ്ഞേക്കാം, അത്രേ ഉള്ളൂ. ആ നജസ് അങ്ങോട്ട് ഊർന്ന് പോവാ, അത്രേ പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം ചെയ്താൽ മതി. എത്രയോ വിട്ടുവീഴ്ചകളാ നമ്മുടെ ഫിഖ്ഹ് പറഞ്ഞിട്ടുള്ളത്, അഫ്വ് ഉള്ളത്. മുഴുത്തമതായ അഭിപ്രായം പറയും, പ്രബലമായ അഭിപ്രായം, പ്രബലമല്ലാത്തതും പറയും. രണ്ടും നമുക്ക് അമല് ചെയ്യാനുള്ളതാണ്. അത്രത്തോളം വിട്ടുവീഴ്ചയുടെ വാതായനങ്ങൾ മുഴുവനും ഇസ്ലാം തുറന്നു തന്നിട്ടുണ്ട്. നമ്മുടെ മുന്നിലെല്ലാം മെച്ചമാക്കണം എന്ന് ഇബ്ലീസ് പറയുമത്രേ. അതുവഴി വല ഉഗ്വിയന്നഹും അജ്മഈൻ, ഞാൻ അവരെ മുഴുവനും വഴിപിഴപ്പിക്കും. ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ, കൂട്ടത്തിൽ നിന്റെ മുഖ്ലിസീങ്ങളായ അടിമകളുണ്ട്. അള്ളാനെ ഓർക്കും. ഇത് ഇബ്ലീസ് എനിക്ക് തോന്നിക്കുന്നതാ, ഞാൻ 100% ശരിയാക്കാനില്ലടാ, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും എന്ന് പറഞ്ഞ് എന്നെ വലിച്ചെറിയുന്ന നിന്റെ മഹാന്മാരായ അടിമകളിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹു ആ ആളുകളിൽ നമ്മെ ചേർക്കട്ടെ. സൂറത്തുൽ ഹിജ്റിന്റെ 36 മുതൽക്ക് 40 വരെയുള്ള ആയത്തുകളാണ് ഇപ്പോ നമ്മൾ പറഞ്ഞത്. ഞാൻ സുദീർഘമാക്കുന്നില്ല. വസ്വാസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏതാണ്ട് 10 വഴികൾ നമ്മൾ ഇവിടെ പറയും. അത് പരമാവധി ജീവിതത്തിൽ പകർത്താൻ നോക്കാം. മഹാന്മാരായ ഉലമാ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തുറുക്കു തഖല്ലുസി മിനൽ വസ്വാസ്, വസ്വാസിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ. ലിത്തഖല്ലുസി മിനൽ വസ്വാസി തുറുഖുൻ അദീദത്തുൻ നദ്കുറു മിൻഹാ മാ യലി. താഴെ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ, ധാരാളം വഴികളുണ്ട് വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ. അതിൽ ചിലത് മാത്രം പറയാം. 10 പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, വസ്വാസിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികളിൽ ഒന്നാമത്തേത്. ആദ്യം നമ്മൾ 2 ടിപ്പ് പറഞ്ഞിരുന്നു. 2 ടിപ്പ് പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഓർമ്മ വേണം. ഒന്ന്, 100% ശരിയാക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് മുതൽക്ക് 100% ശരിയാക്കണ ആളല്ല. വസ്വാസ് വരും, ഏകദേശം വന്നാൽ മതി എന്നതാണ് നമ്മളോട് പറഞ്ഞത്. പ്രത്യേകിച്ച് ത്വഹാറത്തിന്റെ വിഷയത്തിൽ വസ്വാസ് ഇല്ലാത്ത മനുഷ്യന്മാർ ഇത് ആലോചിച്ച് ഇനി വസ്വാസ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. വസ്വാസ് ഉള്ളവർ മാത്രം ഇതിൽ കൂടുതൽ കാതു കൊടുത്താൽ മതി. ഒന്നാമത് പറഞ്ഞ ടിപ്പ് അതായിരുന്നു. നമ്മൾ 100% ശരിയാക്കാൻ നിൽക്കുമ്പോഴാ വസ്വാസ് വരുള്ളൂ. അള്ളാഹു പുറത്തു തരുന്ന, അള്ളാഹു മാപ്പ് ചെയ്യുന്ന ഒരു മഹാനായ റബ്ബാണ് നമുക്കുള്ളത് എന്നൊരു തോന്നലുണ്ടെങ്കിൽ 100%ത്തിലേക്ക് നമ്മൾ പോവില്ല. അത് ഇബ്ലീസിന്റെ പണിയാണ്. രണ്ടാമത്തേത് നമ്മൾ പറഞ്ഞിരുന്നു, ഇത് പിശാച് ഉണ്ടാക്കുന്ന സ്വഭാവമാണ്. അത് പിശാചാണ് വസ്വാസ് ഉണ്ടാക്കി തരുന്നത്. അതുവഴി നമ്മളിൽ ഇസ്രാഫും ധൂർത്തും ഉണ്ടാക്കി നമ്മെ നരകത്തിന്റെ ആളാക്കിയിടും. അതിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഒരു ഉറച്ച തീരുമാനം നമുക്ക് ഉണ്ടാവണം. ഇബ്ലീസ് തോന്നിക്കുന്നതാണെന്ന് തോന്നൽ തന്നെ വേണം. ഈ വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ ഇനി നമ്മൾ പറയുന്നു, മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് 10 വഴികൾ. അതിൽ ഒന്നാമത്തേത് അൽ മുദാവമത്തു വൽ മുഹാഫളത്തു അലൽ അദ്കാരിൽ മശ്റൂഅത്തി ഖബലൽ അക്ലി വശുർബി വൽ ലുബ്സി വനഹ്വിഹാ വഅഹമ്മുഹാ അദ്കാറുസ് സ്വബാഹി വൽ മസാഇ ഫഹിയ സബബുൽ ലിഹിമായത്തിൽ ഇൻസാനി മിൻ വസ്വാസി ശൈത്താൻ. ഒന്നാമത് പറയാനുള്ളത്, നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ദിക്റുമായി ബന്ധപ്പെടണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ശറഇൽ അതിനെ എല്ലാത്തിനും ദിക്റുകൾ വാരിതായിട്ടുണ്ട്.
നമ്മുടെ മതത്തിൽ എല്ലാ കാര്യത്തിനും ദിക്റുണ്ട്. ചോദിച്ചു പഠിച്ചോളണം. ഇനി ഒരു ദിക്റും കിട്ടിയില്ലെങ്കിൽ ബിസ്മി ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, സ്വലാത്ത് അല്ല. ഇപ്പൊ വസ്വാസ് വരുന്ന ഒരാൾക്ക് ബാത്റൂമിൽ പോകുമ്പോഴാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം ബാത്റൂമിലേക്ക് പോകുമ്പോൾ ഉള്ള ദിക്റുകൾ ചൊല്ലാവുന്നതാണ്, ചൊല്ലേണ്ടതാണ്. ഇങ്ങനെ ഓരോ കർമ്മത്തിനും പറയപ്പെട്ടിട്ടുള്ള, ഇപ്പൊ തുണി അലക്കാൻ പോവാ, തുണി കഴുകുക, അല്ലെങ്കിൽ മീൻ വെട്ടാണ്, വസ്വാസ് ഉണ്ടാവും. മീൻ വെട്ടുന്നതിന് ഏത് ദിക്റാ ഉസ്താദെ ചൊല്ലണമെന്ന് ചോദിച്ചാൽ തെറ്റിപ്പോവും, നമ്മൾ ആകെ ഇടങ്ങാറാവും. മീൻ വെട്ടുന്നതിന് ബിസ്മി അല്ലാലോ, എല്ലാ കാര്യത്തിനും ബിസ്മി അല്ലാലോ. അങ്ങനെ ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ വസ്വാസം ഉണ്ടാവാതിരിക്കാൻ അതിനോട് ദിക്റിനെ ബന്ധപ്പെടുത്തലാണ് ഒന്നാമത്തെ കാര്യം. അതിൽ പ്രത്യേകം പറഞ്ഞു, രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ അടക്കം ഒരാൾ ചൊല്ലണം. കാരണം അവിടെ മുതൽക്ക് ഇബ്ലീസ് മാറലാണ് നമ്മുടെ ജീവിതത്തിൽ. രാവിലെ കിടക്കപ്പായെന്ന് എണീറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്, അതൊക്കെ ചൊല്ലണം. ആദ്യം തന്നെ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും നിസ്കാരം കൃത്യമായി തന്നെ ചെയ്യണം. ഇതൊക്കെ തന്നെയാണ് ഇബ്ലീസിനെ അകറ്റി നിർത്താനുള്ള ഒന്നാമത്തെ വഴി, വസ്വാസം മാറാനുള്ള ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴി അൽ മുദാവമത്തു അലാ വിർദിൻ യൗമി മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്നും പതിവായി നമ്മൾ ചിലതൊക്കെ ഓതുന്ന സ്വഭാവക്കാരായിരിക്കണം. അതായത് മുൽക്കോതുന്നവരായിരിക്കണം, യാസീൻ ഓതുന്ന ആളായിരിക്കണം, തബാറക്ക് ഓതുന്ന ആള്, അതുപോലെ തന്നെ വാക്യ ഓതുന്ന ആള്. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ ചില വിറുതുകളിൽ നമുക്ക് പതിവുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തേത് അൽ ഹിർസു അലാ സ്വലാത്തിൽ ജമാഅത്തി ഫിൽ മസ്ജിദി, ആണുങ്ങളാണെങ്കിൽ പതിവായി പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണം. ആണുങ്ങൾക്ക് അതൊരു പരിഹാരമാണ്, വസ്വാസിന് പരിഹാരമാണ്. പെണ്ണുങ്ങളാണെങ്കിൽ വീട്ടിൽ ജമാഅത്ത് ഉണ്ടാക്കാൻ പരമാവധി ശ്രമിക്കണം. ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ ഇബ്ലീസ് കുറെയൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോകുന്ന. നാലാമത്തേത് വൽ മുദാവമത്തു അല സുനനി റവാത്തിബി വ ഖിയാമിൽ ലൈലി, തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളായാൽ വസ്വാസ് കുറെയൊക്കെ പോകും. അതുപോലെ തന്നെ എല്ലാ റവാത്തിബ് സുന്നത്തുകളും നിസ്കരിക്കാൻ നോക്കണം. അഞ്ചാമത്തേത് തജ്ദീദുൽ വുളൂഇ കമൻ തഖല കുല്ലമൻ തഖല കൗനുഹു ഹിർസ് മിനശ് ശൈത്വാൻ, ഒളു മുറിയുമ്പോഴൊക്കെ ഒളു എടുക്കാൻ നോക്കാം. പരമാവധി ദായിമുൽ ഒളു ആവാം. അപ്പൊ ഒളു ഉള്ള ആളുടെ അടുത്തേക്ക് ഇബ്ലീസ് വല്ലാതെ ഷർറുണ്ടാക്കി വസ്വാസ് ഉണ്ടാക്കി വരൂല. എപ്പോഴും വീട്ടിലെ അടുക്കളപ്പണി എടുത്തോട്ടെ, ഒളു എടുക്കാൻ പാടില്ലേ. ശരീരത്തിൽ ഇത്തിരി വൃത്തികേടോ നജസ്സൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഒളു മുറിയൊന്നുമില്ല. കയ്യിൽ നജസ്സായ ഒളു മുറിയൂല. ഒളു മുറിയാനുള്ള കാരണങ്ങൾ വേറെയാണ്. നമ്മുടെ ശരീരത്തിൽ നജസ് ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ മീൻ വെട്ടിയതാണ്, കുറച്ച് മീനിന്റെ വെള്ളമൊക്കെ തെറിച്ചിട്ടുണ്ടാവും, പാത്രം കഴുകിയത് തെറിച്ചിട്ടുണ്ടാവും, ആയിക്കോട്ടെ, ഒളു ഉണ്ടായിക്കോട്ടെ. വിശ്വാസമുള്ള ആളുകൾ എപ്പോഴും ഒളുവിൽ നടക്കാൻ നോക്കാം. ഒളു കുറച്ച് എടുക്കുമ്പോ ശൈത്താൻ മാറി നിൽക്കുകയും അതുവഴി വസ്വാസ് ഒഴിവായി കിട്ടുകയും ചെയ്യും. ഒരു മാർഗം അതാണ്. ഇതിന്റെ ഇടയിലൊന്ന് പറയട്ടെ, വസ്വാസ് ഉണ്ട് എന്ന സ്വയം വിലയിരുത്തപ്പെട്ടിട്ടുള്ള ആളുകൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാം. വെള്ളം കുറച്ച് പരമാവധി ഉപയോഗിക്കാം. ഞാൻ ഇന്നലെ കാലെഴുതിയത് ഇത്രയും വെള്ളത്തിലാണ്, ഇന്ന് കാലെഴുതുന്നത് ഉസ്താദിന്റെ ക്ലാസ് കേട്ടതിന്റെ പേരിൽ കുറഞ്ഞ വെള്ളത്തിലേ കഴുകുള്ളൂ. കാരണം ഈ ഇൽമ എനിക്ക് ഉപകാരപ്പെടണം. അള്ളാഹു നമുക്കൊക്കെ ഉപകാരപ്പെടുത്തി തരട്ടെ. നമുക്ക് നിരന്തരം ആളുകൾ എഴുതി ചോദിക്കുന്നതും മറ്റും വസ്വാസ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പരസ്യമായി പറയാത്തതാണ്. ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ട്. അള്ളാഹു എല്ലാവർക്കും മാറ്റി കൊടുക്കട്ടെ. ഇപ്പൊ നമ്മൾ 5 പറഞ്ഞു. അഞ്ചാമത്തേത് ഒളു പുതുക്കിക്കൊണ്ടിരിക്കുക. പരമാവധി നമ്മുടെ 24 മണിക്കൂറിൽ ഒരു 18 മണിക്കൂറെങ്കിലും നമുക്ക് ഒളു ഉണ്ടാവണം എന്ന് നമ്മൾ തീരുമാനിക്കാം. വേണ്ട 10 മണിക്കൂർ ഞാൻ ഒളുവോടുകൂടെ നടക്കുമെന്ന് തീരുമാനിക്കാം. അങ്ങനെ ഒളുവിനെ ദായമാക്കാൻ നോക്കാം. ആറാമത്തേത് തഫക്കുറു ഫീ ഖൽഖില്ലാഹി വത്തഅമ്മുലി ഫിൽ ഫീ ബദാഇഇ സുൻഇഹി ഫഹുവ സബബുൻ ലിസിയാദത്തിൽ ഈമാനി വദഫഇ ശൗകി അനിൽ ഇൻസാൻ വദഫഇ ശുകൂകി അനിൽ ഇൻസാൻ. നമ്മൾ അല്ലാഹുവിന്റെ അജബുകളെ കുറിച്ച് ചിന്തിക്കാം. പടച്ച റബ്ബ് ഈ ലോകത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങളെ കുറിച്ച്, ആകാശത്തെ കുറിച്ച്, അങ്ങനെയുള്ള നല്ല നല്ല റബ്ബിലേക്ക് അടുപ്പിക്കുന്ന ചിന്തകൾ പരമാവധി കൊണ്ടുവരിക. ഏഴാമത്തേത് അൽ ഇൽമു ബി അന്നല്ലാഹു തആല യുഹാസിബുൽ അബ്ദ അലാ അഫ്ആലിഹി വലൈസ അലൽ അഫ്കാരില്ലതി ലാ യസ്തതിഉ ദഫഉഹാ. അള്ളാഹു മനുഷ്യനെ വിചാരണ ചെയ്യുന്നത് പ്രവൃത്തിയിലാണ്, അല്ലാതെ മനസ്സിലുള്ള എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് അള്ളാഹു വിചാരണ ചെയ്യൂല. അതായത് നമ്മളിപ്പോ ഒരു സാധനം കഴുകി വൃത്തിയാക്കാണ്, അതിലാണ് നമുക്ക് വിശ്വാസമുള്ളത്. മനസ്സിലുള്ള അവിടം വരെ ആ റേഞ്ചിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രവൃത്തി. ആ പ്രവൃത്തിയാണ് വിശ്വാസമായി മാറുന്നത്. അപ്പൊ ആ റേഞ്ചിലേക്ക് എത്തുന്നില്ല പ്രവൃത്തി, എത്തണ്ട. നിന്നോട് 100% എത്തിക്കാൻ പറഞ്ഞിട്ടില്ല, നിന്നെക്കൊണ്ട് പറ്റണം എത്തിച്ചാൽ മതി, ബാക്കി അള്ളാഹ്ക്ക് വിട്ടേക്കാം. അപ്പൊ മനസ്സിലുള്ള ആ റേഞ്ചോ, ആ റേഞ്ചിന്റെ പേരിലല്ല നിന്നെ ഹിസാബ് ചെയ്യുന്നത്. നീ ചെയ്യേണ്ട പ്രവൃത്തിയുടെ മിനിമത്തിലാണ് നിനക്ക് ഹിസാബ് ഉള്ളത്. അതുകൊണ്ട്
മനുഷ്യൻ എന്ന നിലയിൽ നിന്നോട് പറയപ്പെട്ടതിന്റെ ഏകദേശമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നിനക്ക് അവിടെ വെച്ച് ആ പ്രവൃത്തി സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് നിന്നെ വലിയ ആളാക്കുന്നത് ഇബ്ലീസാണ്. അപ്പൊ നീ അങ്ങനെ 100% ശരിയാക്കാത്തതിന്റെ പേരിൽ നിന്റെ മനസ്സിലൊരു തോന്നലുണ്ടാവും, പടച്ചോനെ ഞാനത് പൂർത്തിയാക്കിയില്ലല്ലോ. ആ തോന്നലിലല്ല നിനക്ക് ഹിസാബ്, നീ ചെയ്യുന്ന കാര്യത്തിലാണ്. അൽ ഇൽമു, അത് നീ ആദ്യം അറിയണം. ബിഅന്നല്ലാഹ തആല യുഹാസിബുൽ അബ്ദ അലാ അഫ്ആലിഹി, പ്രവൃത്തിയിലാണ് അല്ലാഹുവിന്റെ ഹിസാബുള്ളത്. അല്ലാതെ വലൈസ അലൽ അഫ്കാരി, മനസ്സിലുള്ള ചിന്തകളിൽ ഒരിക്കലും അല്ലാഹു ഹിസാബ് നടത്തില്ല. അപ്പൊ 7 കാര്യങ്ങളായി. ഇനി 8ാമത്തേത് താഴെ പറയുന്ന ഒരു ആയത്തുണ്ട്. ആ ആയത്ത് 2 ആയത്ത്, സൂറത്തുൽ മുഅ്മിനൂന്റെ 97, 98 ആയത്തുകൾ. ആ ആയത്തുകൾ പതിവായി നമ്മുടെ ജീവിതത്തിൽ പാരായണം ചെയ്യാം. അതൊന്നെങ്കിൽ നിസ്കാര ശേഷം പാരായണം ചെയ്യാം, അല്ലെങ്കിൽ പതിവായ ഒരു എണ്ണം വെച്ചിട്ട് അത് പാരായണം ചെയ്ത് ശീലിക്കാം. ആ ആയത്ത് പിശാചിനെ തൊട്ടും വസ്വാസിനെ തൊട്ടും ഒക്കെ കാവലുള്ള ആയത്താണ്. 8ാമത്തെ മാർഗം അതാണ്. വഖുർ റബ്ബി അഊദു ബിക മിൻ ഹമസാതിശ് ശയാത്തീനി വഅഊദു ബിക റബ്ബി അൻ യഹ്ദുറൂൻ. അല്ലാഹുവേ, പിശാച് എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും വന്നു ചേർന്ന് അവൻ വസ്വാസം ഉണ്ടാക്കുന്നതിനെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു എന്ന ഈ ആയത്ത്, 8ാമത്തെ മാർഗം ഈ ആയത്ത് പതിവാക്കലാണ്. ഇനി 9ാമത്തെ മാർഗം താഴെ പറയുന്ന സൂറത്ത്, അതായത് സൂറത്തുൻ നാസ് പാരായണം ചെയ്യുക. അതൊരു പ്രാർത്ഥനയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ 8ാമത് പറഞ്ഞ സൂറത്തുൽ മുഅ്മിനൂന്റെ ആ 2 ആയത്തും ഒരു പ്രാർത്ഥനയാണ്. ഈ 2 ദുആകൾ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ശരിക്കും അതൊരു ദുആയാണ്. ശരീരത്തിന് ശുദ്ധിയുള്ള സമയത്താണ് ഇതൊക്കെ ഓതേണ്ടത്. ഖുൽ അഊദു ബിറബ്ബിൻ നാസി മലിക്കിൻ നാസി ഇലാഹിൻ നാസി മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഈ സൂറത്ത് ഇതൊരു ദുആ എന്ന നിലയിൽ നമുക്ക് പാരായണം ചെയ്യാം. വഹിയ മിമ്മ ലാ ശക്ക ഫീഹി തുൻസിൽ മുവസ്വിസ മിനൽ വസ്വാസിൽ മുഖ്തലിഫതി ഫഹുവ ബിദാലിക യൽജഉ ഇലല്ലാഹി തആല വയതളറഉ ഇലൈഹി ബഅൻ യറുദ്ദ അൻഹു വസ്വാസ ശയാത്തീനിൽ ഇൻസി വൽ ജിന്ന്. ജിന്നുകളും മനുഷ്യരും ഉണ്ടാക്കുന്ന ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള പിശാചുകൾ ഉണ്ടാക്കുന്ന എല്ലാ ശർറുകളിൽ നിന്നും വസ്വാസിൽ നിന്നും അള്ളാഹുവോട് അഭയം തേടുന്ന ഈ ദുആ കൊണ്ട്, ഈ അധ്യായം കൊണ്ട്, ഈ സൂറത്ത് കൊണ്ട് നമുക്ക് വസ്വാസിനെ ഒരു പരിധിയിലധികം നമുക്ക് തടഞ്ഞു നിർത്താൻ കഴിയും. അതുകൊണ്ട് സൂറത്തുൻ നാസ് ധാരാളമായി ഓതുക. 9ാമത്തേത് അതാണ്. 10ാമത്തേത് നമ്മൾ സദാസമയം ദിക്റുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോൾ പിശാച് നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് ജന്മനാൽ തന്നെ കയറി ഉറങ്ങിക്കിടക്കാം. എല്ലാവരുടെയും മനസ്സിലുണ്ട് പിശാച്. ആ പിശാച് ഫഇദാ ദക്കറല്ലാഹ ഖനസ, നമ്മൾ ദിക്ർ ചൊല്ലുകയാണെങ്കിൽ പിശാച് ഇറങ്ങിപ്പോയിക്കോളും. നമ്മൾ ദിക്ർ ചൊല്ലാതെ ഒഴിഞ്ഞു മാറി നടക്കുകയാണെങ്കിൽ പിശാച് നമ്മുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കുമെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ ഈ രീതിയിൽ വസ്വാസ് മാറാൻ വേണ്ടി 10ാമത് നമ്മൾ ചെയ്യേണ്ടത് സദാസമയം ദിക്റുമായി ബന്ധപ്പെട്ട് ദിക്റൊക്കെ ചൊല്ലി ഇങ്ങനെ നിൽക്കുക. അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള 10 കാര്യങ്ങൾ അവലംബിച്ചാൽ വസ്വാസ് മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 10 കൂടി അവലംബിച്ചാലേ മാറുള്ളൂന്നൊന്നുമില്ല. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി, 100% ശരിയാക്കാനൊന്നും എന്റെ റബ്ബ് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ കൊണ്ട് പറ്റണ പോലെ എന്റെ അറിവിനനുസരിച്ച് ചെയ്യാനാ പറഞ്ഞത്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ബാക്കി അള്ളാഹുവെ നീ പുറത്തു തരണം. അള്ളാഹുവെ, ഞാൻ ഒരുപാട് വെള്ളം കളഞ്ഞാൽ നിനക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം. റബ്ബെ നീ പൊറുക്കണം. ഇനി ഞാൻ വെള്ളം കളയൂല. ഒരു തൗബയുമായി ഞാൻ ഒരല്പം. ആരാണ് ഈ പറയുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ ഒരു കോരൽ കൊണ്ട് ഒരു ഉളു എടുക്കുമായിരുന്നു. ഇങ്ങനെ ഒന്ന് കോരിയ അത്രയും വെള്ളം മതി. എത്ര ഉണ്ടാ വെള്ളം? ആ വെള്ളം മതി റസൂലുള്ളാഹിക്ക് ഉളു എടുക്കാൻ. ഇങ്ങനെ കോരിയത് 4 പ്രാവശ്യം ഒഴിച്ചാൽ എത്രയുണ്ടോ അത്രയും, ഏകദേശം 2.5 ലിറ്റർ വെള്ളം വരും. ഇങ്ങനെ 4 കോരൽ ഇങ്ങനെ കോരിയാൽ ഏകദേശം 2.5 ലിറ്റർ വെള്ളം മാക്സിമം വരും. അത്രയും വെള്ളം മതി റസൂലുള്ളാഹിക്ക് കുളിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏകദേശം 1/2 ലിറ്റർ വെള്ളം കിട്ടും. ഇങ്ങനെ നന്നായിട്ട് കോരിക്കഴിഞ്ഞാൽ അത്രയും മതി ഒളു എടുക്കാൻ. നമ്മളൊരു ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ എത്ര വെള്ളം കളയുന്നത്. അപ്പൊ വെള്ളം പരമാവധി കുറച്ചുപയോഗിക്കാം. ചില ആൾക്കാരുടെ അങ്ങോട്ട് പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ, ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ, എന്റെ റബ്ബെ, അങ്ങോട്ട് കഴുകിയിട്ടും മതിയാവൂല. പള്ളിയിലെ ഹൗദിന്റെ കരയിൽ നമ്മൾ കാണുന്നതല്ല ഇതൊക്കെ. ഹൗദും കരയില് ചില ആളുകൾ ഒളു എടുക്കുന്നൊക്കെ കണ്ട ഹൗദ് അങ്ങോട്ട് ആകെ വിഴുങ്ങിക്കളയും. പേടിയാവും. ഹൗദിന്റെ അടിന്നായിരിക്കും അവൻ ഒളു എടുക്കുന്നത്. മനസ്സിലായിക്കാണല്ലോ, ഹൗദിൽ കിടക്കുന്ന വെള്ളത്തിന്റെ അടി കിടക്കണ ഒളു അവൻ എടുക്കുന്നത്. അത്രത്തോളം ഹൗദ് കലക്കി അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയ മാതിരിയായിരിക്കും. ഒളു എടുത്തിങ്ങോട്ട് വരുമ്പോ പകുതി ഒളു എടുത്ത വെള്ളവും
പകുതിയിലധികം അവൻ വേർത്ത വെള്ളവും കൂടി ആയിരിക്കും. കാരണം വലിയൊരു പണിയും കഴിഞ്ഞിട്ടാണ് വരണത്. ആരാ ഇതൊക്കെ പറഞ്ഞത്? ഇത്രയും കഷ്ടപ്പെട്ട് ആകെ 100%, 150% ശരിയാക്കി ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ ശരാശരി മനുഷ്യന് കഴിയുന്നത് ചെയ്യാ, ബാക്കി അള്ളാഹു പുറത്തു തരട്ടെ. അല്ലാതെ കടന്ന് ചിന്തിച്ച് വസ്വാസിലേക്ക് ഇതൊക്കെ മാറ്റി എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ ദേ പോണു, അങ്ങനെയൊന്നുമില്ല. അമിതമായി ചെയ്യുന്നോടത്ത് ഇബ്ലീസ് ഇടപെട്ട് നമ്മളെ ഇസ്രാഫിന്റെ വക്കത്ത് എത്തിച്ച് ആ ഇസ്രാഫിന്റെ വക്കിൽ നിന്ന് നമ്മൾ നരകത്തിലേക്കാണ് പോകുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഏതായാലും ഈമാൻ തെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് നമ്മുടെ കൂടെയുണ്ട്. നവജാത ശിശുവിൽ പോലും വസ്വാസിന്റെ ലാഞ്ചനയുടെ സാധ്യതയുണ്ടെന്നല്ലേ പഠിപ്പിച്ചത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വസ്വാസിനെ കുറിച്ച് പറയുന്നത് ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നുണ്ട്. വസ്വാസ് എന്നത് ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ പിശാച് ആ കുട്ടിയിൽ എത്തിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇദാ വുലിദ ഖനസഹു ശൈത്വാൻ ഫഇദാ ദുക്കിറല്ലാഹു അസ്സ വജല്ല ദഹബ. കുട്ടി ജനിക്കുമ്പോൾ പരമാവധി പിശാച് അവനോട് വസ്വാസാക്കാൻ വേണ്ടി നോക്കുകയും ഒരു ദിക്ർ ഉരവിടുന്നു. അതായത് വാങ്ക് വിളിക്ക, കുട്ടി ജനിച്ചാൽ ഇക്കാമത്ത് കൊടുക്കുക, ഇങ്ങനെ വാങ്ക് വിളി ഇക്കാമത്തൊക്കെ നടക്കുന്നതോടുകൂടെ അവിടെ നിന്നും പിശാച് ഓടി അകലുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരാം. അപ്പൊ ഒരു നവജാത ശിശുവിൽ പോലും വസ്വാസിന്റെ ലാഞ്ചനയുമായി ഇബ്ലീസ് എത്തുന്നുണ്ട്. ഈമാൻ തെറ്റിക്കാൻ മരണനേരത്ത് ഇബ്ലീസ് വരുന്ന പോലെ തന്നെ അല്ലാത്ത നേരത്തും വസ്വാസാക്കുവൻ. ഒരിക്കൽ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, യഅതി ശൈത്വാനു അഹദകും ഫയഖൂലു മൻ ഖലഖ കദാ വകദാ ഹത്താ യഖൂല ലഹു മൻ ഖലഖ റബ്ബക ഫഇദാ ബലഗ ദാലിക ഫലസ്തഅദ് ബില്ലാഹി വലൻതഹി എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്ലീസ് നമ്മുടെ നേരെ മരണനേരത്ത് വന്നിട്ട് ഈമാൻ ഫസാദാക്കും. വെള്ളം ഞാൻ തരാം ഈ ദാഹത്തില്, നീ ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് സ്വർഗത്തിൽ പോവാം, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഞാൻ വെള്ളം തരൂല എന്ന് പറയും അവൻ. അള്ളാഹു അവനെ ആട്ടി ഓടിക്കാൻ നമുക്ക് അതിനുള്ള ഈമാൻ തരട്ടെ. അങ്ങനെ മരണനേരത്ത് വന്നുകൊണ്ട് ഈമാൻ തെറ്റിക്കാൻ നോക്കൂ അവൻ. അതുപോലെ തന്നെ മരണനേരം അല്ലാത്ത നേരത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല നല്ല പ്രേതത്തിന്റെ നോവലൊക്കെ വായിച്ച് അല്ല അതുപോലത്തെ ഫീലിംഗ് ഉള്ള സിനിമയൊക്കെ കണ്ടു കഴിയുമ്പോൾ തോന്നും അല്ലേ, പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ട് ഇങ്ങനെ പിടിച്ച ഒരാൾ ഇങ്ങനെ കറങ്ങുമ്പോ അയാൾ ഇങ്ങനെ കറങ്ങി 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 പറന്നു. പിന്നെ സ്പൈഡർമാൻ, പിന്നെ ആരൊക്കെയാ സൂപ്പർമാൻ, പിന്നെ അങ്ങനെയുള്ള കുറെ അവതാരങ്ങളെയൊക്കെ കാണിച്ച് നിലവിലുള്ള ഈമാൻ അങ്ങോട്ട് കളയും. അവസാനം ഇതൊക്കെ തന്നെയാവും വലിയ പടച്ചോൻ. ഇങ്ങനെ കൈ ഇങ്ങനെ ശക്തിമാൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങുമ്പോൾ ഒരാൾ ഇങ്ങനെ കറങ്ങി കറങ്ങി. ഞങ്ങളുടെയൊക്കെ കുഞ്ഞിലെ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാർട്ടൂണുകള്, പിന്നെ ഇങ്ങനെ ചലന്തി വല പോലെ പറന്നു നടക്കുന്ന സ്പൈഡർമാൻ, ഇതൊക്കെ ഈമാനിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ചില സൃഷ്ടികളാണ്. അതിന്റെ പിന്നാലെ പോകുന്ന കുട്ടികളല്ല, വലിയ വലിയ ആളുകളുണ്ട്. വലിയ വലിയ പ്രേതത്തിന്റെ നോവൽ വായിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത താത്താരുണ്ട്, കാക്കമാരുണ്ട്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, ഒരാളിങ്ങനെ ഇരിക്കുമ്പോൾ അവന്റെ മനസ്സിൽ ഇങ്ങനെ ഇബ്ലീസ് തോന്നിക്കും അത്രേ. അവന്റെ മനസ്സിൽ ഇബ്ലീസ് തോന്നിക്കും, അല്ല ഇന്നത് സൃഷ്ടിച്ചതാരാ, അത് സൃഷ്ടിച്ചതാരാ, ഈ ഹിമാലയ പർവ്വതമൊക്കെ ഇത്രയും വലുപ്പത്തിൽ ആരാ സൃഷ്ടിച്ചത്, എന്താ ഈ തെങ്ങൊക്കെ മുകളിലേക്ക് പോകുന്നത്, ഇതാരാ പടച്ചത്, ഇതൊക്കെ പടച്ചോനാണോ? അങ്ങനെ ചോദിച്ചു 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 അവസാനം അവൻ ചോദിക്കുമത്രേ, ആരാടാ നിന്റെ റബ്ബിനെ പടച്ചത്? അങ്ങനെയൊക്കെ മനുഷ്യന്റെ മനസ്സിൽ അള്ളാനെ ഉള്ള വിശ്വാസത്തെ തെറ്റിക്കുന്ന വിശ്വാസങ്ങളും ചിന്തകളൊക്കെ കൊണ്ടുവന്ന് ഇബ്ലീസ് അങ്ങോട്ട് കൊടുക്കും. ഇന്നലെ കണ്ട ആ പ്രേതത്തിന്റെ ഫിലിമില് അല്ലെങ്കിൽ ആ വായിച്ച നോവലിൽ പറഞ്ഞ പോലെയൊക്കെയല്ലേ, അതാണല്ലോ ശരി എന്ന യുക്തിവാദത്തിന്റെ ചിന്താഗതിയൊക്കെ ഇബ്ലീസ് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും മനസ്സിൽ. അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് അവസാനം അവൻ ഒരു മതനിഷേധിയായി മാറാൻ ഇബ്ലീസ് പരമാവധി ശ്രമിക്കും. നിങ്ങളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള മോശമായ ചിന്തകൾ വരുമ്പോ അവിടെ നിന്ന് എണീറ്റ് പോവലാണ്, ഉടനെ എണീറ്റ് പോവാ. എന്നിട്ട് അള്ളാഹുവിനോട് അഭയം തേടാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് അള്ളാഹുവോട് അഭയം തേടണം എന്ന് ഈ ഹദീസിന്റെ താല്പര്യം അതാണെന്ന് ഇമാം നവവി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ പറഞ്ഞ ഹദീസ് സ്വഹീഹുൽ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് ഈ പൈശാചിക പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അള്ളാഹു കാണിച്ചു തരട്ടെ. വസ്വാസുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന എല്ലാ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും അള്ളാഹു തആല അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കട്ടെ. അള്ളാഹു ആ പ്രയാസത്തിലേക്ക് ആരും എത്താതെ എല്ലാവർക്കും
ഖൈറിന്റെയും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രതിരോധത്തിന്റെയും വഴി ഇബ്ലീസിനെ ജയിച്ചടക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കട്ടെ. റബ്ബ് നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ.